മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ആഗമനകാലത്തിൻ്റെ ഈ പുണ്യദിനങ്ങളിൽ നാം ശ്രവിക്കുന്ന തിരുവചന ഭാഗങ്ങൾ മാനസാന്തരത്തിൻ്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചും വരാനിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരുക്കത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ഉദയം ചെയ്തിട്ടില്ല എന്ന് മത്തായി 11:11 കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയായി നൽകുകയായിരുന്നു. മരുഭൂമിയിലെ പ്രഘോഷകൻ മാനസാന്തരത്തിൻ്റെ സ്നാനം നൽകിക്കൊണ്ട് കർത്താവിന് വഴിയൊരുക്കി. നമ്മുടെ ഈ കാലഘട്ടത്തിലും സുഖലോലുപതയിലും പാപത്തിൻ്റെ അന്ധകാരത്തിലും മുഴുകി ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും അകന്നു പോകുന്ന ഒരു ലോകത്തെയാണ് നാം ദിവസേന കാണുന്നത്. പ്രവാചക ശബ്ദങ്ങൾക്ക് കാതോർക്കാതെ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന മനുഷ്യൻ തൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നു പോകുന്നു. കർത്താവായ ഈശോ പറയുന്നു, സ്വർഗരാജ്യം ബലമായി പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു, ബലപ്രയോഗം നടത്തുന്നവർ അത് നേടുന്നു എന്ന് മത്തായി 11:12. ഇത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആത്മീയമായ ഉണർവിനെയും പാപത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തെയുമാണ്. ഈശോയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ വരാനിരിക്കുന്ന കർത്താവിനായി വഴിയൊരുക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് വിടുതൽ നേടി വിശുദ്ധിയുടെ പാതയിൽ മുന്നേറുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, ദൈവം നമ്മെ നമ്മളില്ലാതെ സൃഷ്ടിച്ചു, എന്നാൽ നമ്മളില്ലാതെ നമ്മെ രക്ഷിക്കുകയില്ല അവിടുന്ന്. അതിനാൽ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ക്ഷണത്തോട് നാം പൂർണ്ണമായി സഹകരിക്കണം. ഈ ആഗമനകാലം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധ കുമ്പസാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ശുദ്ധീകരിക്കാനുള്ള വേറൊരു അവസരമായി ദൈവം തന്നിരിക്കുന്നു. ഈ അവസരം എല്ലാവർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ സഭ കാത്തിരിക്കുന്നു. ഈ സന്ദേശത്തിന് ഈ നിമിഷവും പ്രസക്തിയുണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ നിമിഷവും നാം അനശ്വരതയിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവകൃപയിൽ വളർന്ന് പ്രത്യാശയോടെ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. അവിടുത്തെ വരവ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സമാധാനവും നിറയ്ക്കട്ടെ.